വർഷങ്ങൾ കഴിയുമ്പോൾ ചരിത്രപരമായി സ്വർണത്തിന്റെ വില കൂടും. അപ്പൊ സ്വർണത്തിന്റെ വില കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള അപ്രിസിയേഷൻ ലഭിക്കും. നമ്മൾ ഇന്ന് നമുക്ക് പൈസ ഉണ്ടെങ്കിലും ആ പൈസ നമ്മൾ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് സ്വർണം വാങ്ങിച്ചാൽ അതിനകത്ത് ഇത് കിട്ടും. പക്ഷെ സ്വർണത്തിന് ഒരു കുഴപ്പമുണ്ട്. സ്വർണത്തിന് തേയ്മാന കൂലി, അതോടൊപ്പം തന്നെ പണിക്കൂലി, പണിക്കുറവ് ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ സ്വർണം നഷ്ടമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഈ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി സ്വർണ്ണ ബോണ്ടുകളുണ്ട്. ഗവൺമെന്റിന്റെ ബോണ്ടുണ്ട്, പിന്നെ ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന EFT ഉണ്ട്, ഗോൾഡ് EFTകളുണ്ട്, ഗവൺമെന്റ് ബോണ്ടുണ്ട്. ഗവൺമെന്റ് ബോണ്ടിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ വർഷം തോറും 3.5% നമുക്ക് അതിനകത്ത് ഒരു ഇത് കിട്ടും, ഒരു ഡിവിഡൻഡ് പോലെ. നമുക്ക് ഇല്ലെങ്കിൽ പലിശ എന്ന് പറയാം, ഡിവിഡൻഡ് എന്ന് പറയാം, അങ്ങനെ ഒരു ലാഭവിഹിതം കിട്ടും. ഇത് കൂടാതെ നമുക്ക് ഇതിനൊരു വലിയൊരു അപ്രിസിയേഷൻ ലഭിക്കും. നമുക്ക്